Yeah, because Nilupar ma'am has taken the file. Ma'am can't. ഞാൻ കാര്യം കേട്ടെ, ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ കേട്ടോ എല്ലാം വേണം. ഇത്രയും ഡിലേ കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട്. 1/6/2026 നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ക്ലിനിക്കിൽ വീഡിയോ ഫുട്ടേജിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താ ഈ പറഞ്ഞവര് ബില്ല് എവിടെ അത് ഞാൻ വന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. 8 മാസം മുന്നേ വരെയുള്ള ബില്ലുകൾ മൈവേ കല്യാണി അങ്ങനെ വലിയ മുട്ടക്കാട്ടം എക്സ്പ്ലനേഷനും വിത്ത് പ്രൂഫ് ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ആ വീഡിയോക്കകത്ത് ഒരുപാട് തെളിവുകളും അവരുടെ മെറ്റ ക്ലാസ്സിനകത്തുള്ള വിഷ്വൽസ് ഇതെല്ലാം വെച്ചിട്ടാണ് ഇവരവിടെ വന്നിരിക്കുന്നത്. ജന്മനാ ഉണ്ടായ മുഖത്തുള്ള ഒരു പാട് മാറാൻ വേണ്ടിയാണ്. അതായത് അവരുടെ അച്ഛനും ഈ സൈഡിൽ ഇവിടെ ഒരു പാടുണ്ടായിരുന്നേ, അതുകൊണ്ട് മകൾക്കും ഇങ്ങനെ വളർന്ന് വരുമ്പോഴത്തേക്കും ഈ ഒരു പാട് ഇങ്ങനെ വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരുന്നു. അപ്പം അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം ആ therefore I am അവിടുത്തെ മെയിൻ ഡോക്ടർ ഉണ്ടല്ലോ, ഒരു പുള്ളിക്കാരത്തി അവരുടെ വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തിനാണ് അവർ വന്നു അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഈ therefore I am-നകത്ത് അവർ വ്യക്തമായിട്ട് എന്ത് ട്രീറ്റ്മെന്റിനാണ് വന്നതെന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം. ആ ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കാം. ഒരു CCTV വിഷ്വൽസ് ഞാൻ അതിനകത്ത് വെക്കാം കേട്ടോ. ഇവരവിടെ വന്നിട്ടുള്ളതും പോലീസ് കൊണ്ടുവന്നായിട്ടുള്ള CCTV വിഷ്വൽസ് ഞാനത് കാണിക്കാം. ആ മെയിൻ ഡോക്ടർ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് ഇവർ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ട്രീറ്റ്മെന്റിന്റെ ആ ഒരു സാധനം കാണിക്കണം. അത് കാണിക്കേണ്ടത് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല. ഇവരുടെ വീഡിയോ കണ്ടിട്ട് അതിൽ ഊർജവം മൂത്ത് ഓരോ സാമാനങ്ങൾ പോയി മേടിച്ച് മുഖത്ത് വാരി തേക്കുന്ന ആൾക്കാരെ അറിയണം. നിങ്ങൾ പറയുന്നുണ്ടല്ലോ സ്റ്റെറോയിഡ് യൂസ് ചെയ്ത് അവരുടെ മുഖത്ത് ഒരു പാട് വന്ന ആ ഒരു പാട് മാറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് അവർ കൊല്ലത്തു നിന്നും വണ്ടി പിടിച്ച് 10-75 കിലോമീറ്റർ താണ്ടി നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത് എന്ന് പറയുന്നല്ലോ. അപ്പോൾ അതിനൊരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കൊടുത്താൽ വളരെ വലുതായിരിക്കും. ഇതെല്ലാം 2-3-4 ഡേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കേട്ടോ ഈ ഒരു കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 1/6/2026, 31/5/2026, 2/6/2026. ഇതെനിക്ക് തോന്നുന്നില്ല ദൃശ്യം സിനിമ പോലെ ഒരു ദിവസം നടന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ മറിച്ച് നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണോ ഈ ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമേ ഇവർ തമ്മിൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് പറയുന്നത് ഒരേ ദിവസം തന്നെയാണ് രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ഒരു പരാതി കൊടുത്തതിന് മറുപരാതിയായിട്ടായിരിക്കാം മേ ബി മറ്റേതും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. അപ്പൊ ഈ പരാതി കൊടുത്തപ്പോഴത്തേക്ക് SI ഇവർക്ക് വേണ്ടി എഴുതി വെപ്പിച്ച ബില്ല് അയച്ചു കൊടുക്കണമെന്നൊരു സാധനം വ്യക്തമായിട്ട് അതിനകത്ത് SI തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. SI ഉമൻ ഫറൂഖ്. ഈ വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഒന്നെങ്കിൽ എഴുതുമ്പോൾ നല്ല രീതിയിൽ എഴുതണം. ഈ ലിപികളൊക്കെ പണ്ടേ മാഞ്ഞു പോയതാണ്. ഇതൊക്കെ വായിച്ചെടുക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നാലും മൊത്തം ഒന്നും ക്ലിയർ ഒന്നുമില്ല. എന്നാലും നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ വായിച്ചു തരാം. ഈ പരാതിയിൽ ഉണ്ടാക്കിയുള്ള അങ്ങനെ എന്താ സാധനം സ്റ്റേഷനിൽ വിളിച്ചു സാഹചര്യത്തിൽ എതിർ കക്ഷിയോട് പരാതിയിൽ സ്ഥാപനത്തിൽ നടത്തിയ ചികിത്സയുടെ രേഖകളും എസ്റ്റിമേറ്റ് ബില്ലും 3/6/2026 നൽകാൻ നിർദ്ദേശിച്ച് പരാതിയിൽ ഐ വാണ്ടോ ഐ നോയോ എന്തോ കോപ്പിയായി രേഖകൾ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കക്ഷി ഒരു ഒപ്പും കിടപ്പുണ്ട്, എതിർ കക്ഷിയുടെ ഒരു ഒപ്പും കിടപ്പുണ്ട്, താഴെ SIയുടെ പേരും ഒപ്പും എല്ലാം കിടപ്പുണ്ട്. ഇത് 2/6/2026 ഇവരെ കൊണ്ടുവന്ന് തീർപ്പ് കൽപ്പിച്ച് ഇതൊരു എഴുതി കൊടുക്കുന്നത്. അപ്പം പോലീസ് സ്റ്റേഷന്റെ സാഹചര്യത്തിൽ നമുക്കറിയാം ബില്ലുകൾ വ്യക്തമായിട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ബില്ലുകൾ കിട്ടിയിട്ടുണ്ടാവാം. എന്നാൽ അതായത് ആദ്യം മുതൽ ഇവരെന്നാണോ ട്രീറ്റ്മെന്റിന് ചെല്ലുന്ന അന്ന് മുതൽ ടിൽ ദ ഡേറ്റ് വരെ അവർ എന്നാ പോയിട്ടുള്ള ആ ഒരു എസ്റ്റിമേറ്റ് അല്ല ഇവരുടെ ഫുൾ ബില്ലും സാധനങ്ങളും രേഖകളും വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. അതെന്തായാലും കിട്ടാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ വീഡിയോയിലേക്ക് പ്രവേശിക്കും. ഇവർ വീഡിയോയിൽ എന്താണ് പറയാനുള്ളത് കാണാം. കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതിപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പരാതി കൊടുത്തേക്കുന്നത് നമ്മൾ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട്. 1/6/2026 നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ക്ലിനിക്കിൽ പോയത്. അതായത് നമ്മുടെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്, ട്രീറ്റ്മെൻറ്റിൻ്റെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് അവർ തരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തത്. ഉച്ചയ്ക്ക് നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവർ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത് 1/6/2026 തന്നെയാണ്, അന്ന് തന്നെയാണ്. പക്ഷേ ഇവർ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പോലെ 2-ാം തീയതിയാണ് നമ്മളെ വിളിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും അവിടെ എത്തുന്നത്. ഓക്കെ, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വച്ച് അവർ അതായത് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതായത് എൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം
അവർ തരാം, അതായത് ഡേറ്റും എഴുതിയിട്ടുണ്ട് 3/6/2026 തരാം എന്നുള്ള രീതിയിൽ അവർ ഡേറ്റ് വരെ എഴുതി. ഈ സാധനമാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതായത് 1-ാം തീയതി ഉച്ചയോടുകൂടി ഇവർ ആ സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുന്നു. അതായത് 1-ാം തീയതി എനിക്ക് ഏകദേശം രാവിലോടുകൂടി ആയിരിക്കും ഇവർ ഈ സ്ഥാപനത്തിലെത്തുന്നു. അവരുടെ ബില്ലുകളെല്ലാം ആവശ്യപ്പെടുന്നു. അപ്പൊ എല്ലാ ബില്ലുകളും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല, നമ്മുടെ ഹെഡ് ഓഫീസിലാണ് എല്ലാ ബില്ലുകളും അവൈലബിൾ ആയിട്ടുള്ളത്. ചിലപ്പോൾ മേ ബി അത് നിങ്ങൾക്ക് തരാൻ ഇച്ചിരി സമയം എടുക്കുന്നതാണ്. അപ്പൊ ഇല്ല, ഐ വാണ്ട് ദാറ്റ് കോപ്പി റൈറ്റ് നൗ എന്ന് തന്നെ ആയിരിക്കും മേ ബി അവരുടെ ഹസ്ബൻഡ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഇവരൊരു മെറ്റാ ഗ്ലാസ് ഉപയോഗിച്ച് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പകർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം അവിടെ ഉള്ള എല്ലാ സ്ത്രീകളാണ്, കൂടെ വന്നിരിക്കുന്നത് ഈ പുള്ളിക്കാരുടെ ഹസ്ബൻഡാണ്. അപ്പൊ കേസ് ഏതെങ്കിലും രീതിയിൽ മായച്ചു കളഞ്ഞാലും മറിഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ള ഒരാളൊരുത്തനല്ലേ അവന്റെ പേരിലേക്ക് ചിലപ്പോൾ ഇതെല്ലാം കൂടെ വരാം എന്നുള്ള കാര്യത്തിലായിരിക്കും അവരുടെ കാര്യം അവർ ക്ലാരിഫൈ ചെയ്യാനായിട്ട്. അത് ഒരിക്കലും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നില്ല. അത് നല്ലൊരു കാര്യം, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ അവർ മെറ്റാ ക്ലാസ്സിനകത്തുള്ള വിഷ്വൽസ് നമ്മളെ കാണിക്കുന്നു. അതായത് ഈ മെറ്റാ ക്ലാസ്സിനകത്തൂടെ വന്നിട്ടുള്ള വിഷ്വൽസ്, അതായത് കഴിഞ്ഞ മുമ്പിലത്തെ ഈ ഹോസ്പിറ്റലിലുള്ള ജീവനക്കാരുടെ വോയിസ് പ്രകാരം എന്തായിരുന്നു, ആ ഹോസ്പിറ്റലിൽ അവർ വന്ന് ഭയങ്കരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഞങ്ങളൊരു യൂട്യൂബറാണ്, ഞങ്ങൾ ഇൻഫ്ലുവൻസറാണ്, ഞങ്ങളിത് ലൈവ് ഇടും, ഞങ്ങളുടെ മെറ്റാ ക്ലാസ്സിനകത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം ഞങ്ങളിപ്പോൾ എടുത്ത് പുറത്ത് ഇട്ട് നിങ്ങളെ അപമാനിക്കും, നിങ്ങളുടെ സ്ഥാപനം ഇല്ലാതാക്കും, നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്ന കച്ചവടം ഞങ്ങൾ ഇല്ലാതാക്കും എന്ന രീതിയിലൊക്കെ ആയിരുന്നു അവിടുത്തെ ഒരു വോയിസ് പുറപ്പെടുവിപ്പിച്ചുണ്ടായിരുന്നത്. അപ്പം ആ വോയിസിനുണ്ടായ ഒരു ക്ലാരിഫിക്കേഷനും അവിടെ ഉണ്ടായ മെറ്റാ ഗ്ലാസിൻ വഴി ഇവർ കൊടുത്തിട്ടുള്ള വിഷ്വൽസ് എന്താണെന്ന് കാണാൻ പോവരുത്. ഇനിയും കണ്ടിട്ടേ പോകാവൂ, അത് കഴിഞ്ഞ് ബാക്കിയുണ്ട്. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കേസ് കൊടുത്തത് അവരാണ് ആദ്യം, എന്നിട്ട് നമ്മളെ വിളിപ്പിക്കുകയാണ് ചെയ്തതെന്ന്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാനൊരു കാര്യത്തിന്, അതും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെതിരെ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ വരായികകളും കാര്യങ്ങളും എല്ലാം ചിന്തിച്ചിട്ടും അറിഞ്ഞിട്ടും തന്നെയാണ് അത്രയും സത്യസന്ധമായിട്ട് അങ്ങനെ നമ്മൾ നിൽക്കുന്നത്. സത്യസന്ധമായിട്ട് നിൽക്കുന്ന കഥയൊന്നും ഇവിടെ പറയല്ലേ. നിങ്ങൾ മുഖത്ത് ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയിട്ടുണ്ട്, കഴിഞ്ഞ 8 മാസമായിട്ട് ഈ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന നിങ്ങളുടെ ഫോളോവേഴ്സും അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ക്രീം കൊടുത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അവരോടെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യാറുണ്ട്, എനിക്കിങ്ങനെ ഒന്ന് പറ്റി, ഞാനൊരു ക്ലിനിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇന്ന സ്ഥലമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അതുപോലും ചെയ്യാതെ ഇങ്ങനൊന്നും കാണിക്കല്ലേ കുഞ്ഞെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് കേട്ടോ. അപ്പം ആദ്യത്തെ കാര്യം അവർ പറഞ്ഞേക്കുന്നത്, ആ ഒരു വോയിസ് ക്ലിപ്പിൽ അവർ പരാതി കൊടുത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി, അവർ പരാതി കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. ആ പരാതിയുടെ ബേസ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന പരാതിയുടെ പേപ്പറാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. 1-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ കൊടുത്തേക്കുന്നത് നമ്മൾ 1-ാം തീയതി തന്നെയാണ് ഈ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത്. അതായത് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ രേഖകൾ വേണമെന്നും പിന്നെ ബില്ല് വേണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചെറിയ ക്ലിപ്സ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അതെല്ലാം ഹെഡ് ഓഫീസുമായിട്ട് ഡീൽ ചെയ്യും. അത് അങ്ങനല്ലല്ലോ. ഞാൻ ഒരു ഷോപ്പിംഗ് റിലയൻസിന്റെ ജിയോ മാർട്ടിൽ ചെന്നിട്ട് മേടിച്ചിട്ട് ഞാൻ മുംബൈയിൽ റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി ബില്ല് മേടിക്കാൻ പറ്റും. അത് ഇവിടെ പൈസ അടയ്ക്കുമെങ്കിൽ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. വേണം അല്ല, പഴയതിലോട്ട് പോകണം. ഫയൽ ഇവിടെ ഉണ്ട്. ഞാൻ കാര്യം കേട്ടെ, ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ, എല്ലാം മേഡം ഇത്രയും ഡിലേ ആക്കിയത്. അപ്പൊ ഇതിനകത്ത് കള്ളത്തരമില്ലെങ്കിൽ, ഞാൻ ഇത്രയും ചോദ്യമുണ്ട്, കള്ളത്തരമില്ലെങ്കിൽ നിന്റെ ബില്ല് എന്ന് പറഞ്ഞ് എനിക്ക് തരാമല്ലോ. കേട്ടോ, ഇത്രയും ബില്ല് ഇത്രയും ലീഗലി ആണെങ്കിൽ ലീഗലി തന്നെ മൂവ് ചെയ്തിട്ട് യു കെൻ. ഞാനിപ്പോൾ ACP ജയൻ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ സെഡ് യു കെൻ മൂവ് ലീഗലി. അപ്പോൾ ലീഗലി മാം വന്നിട്ട് സംസാരിക്കട്ടെ. ദിസ് ഇസ് നോട്ട് മൈ ക്ലിനിക്. എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ബില്ലില്ല, ഫയലില്ല, എല്ലാം സെറ്റ് ആയിട്ട് ഇവര് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിയമപരമായിട്ട് നേരിടും. അവന് നിയമപരമായിട്ട് നേരിടാനായിട്ട് ഇവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അതെല്ലാം മെറ്റാ ക്ലാസ്സിനകത്ത് വിഷ്വൽസിനകത്തൂടെ വ്യക്തമായിട്ട് തന്നെ കാണുന്നതാണ്. അപ്പം മെറ്റാ ക്ലാസ് വെച്ചിരിക്കുന്നത്
ഈ കല്യാണിയാണ്, ഹസ്ബൻഡാണ് കൂടെ നിൽക്കുന്നത്. അദ്ദേഹം അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ ലൈക്ക് MVD ഇൻസ്പെക്ടറോ ലൈക്ക് അങ്ങനെ കണ്ടാണെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പം അത്യാവശ്യം നല്ല ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. പിന്നെ ഡയറക്റ്റ് സ്റ്റേഷനിലോട്ട് പോകുന്നു. ഇവിടുന്ന് ഇറങ്ങുന്നവർ നേരെ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. പരാതി കൊടുക്കാനായിട്ടാണ്, അവരുടെ ആവശ്യം നേടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. ഓക്കെ, ഇതെല്ലാം ക്ലിയർ ആണ്. അപ്പം ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ ബില്ല് ചോദിക്കുന്ന സ്പോട്ടിൽ അവർ പറയുന്നു നിങ്ങൾ പോയി പരാതിയായിട്ട് തന്നെ കൊടുത്തേക്ക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്കിടയിൽ നല്ല രീതിയിലുള്ള ഇഷ്യൂ നടന്നിട്ടുണ്ട്, ഇവർക്കിടയിൽ സംസാരങ്ങൾ നടന്നിട്ടുണ്ട്, ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ആ നിന്ന് സംസാരിക്കുന്ന ഡോക്ടർ ഓർ ആരായിക്കോട്ടെ, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോഴേ അറിയാം ഓൾറെഡി ഇതിനകത്ത് സംസാരിച്ച് തെറ്റിയ ഒരു സാധനമാണ്. ആ തെറ്റിയ സാധനത്തെ വീണ്ടും ഒരു വൾഗറായിട്ട് എടുത്ത് കാണിക്കുക. അതായത് 30-ാം തീയതി, ഇത് 1-ാം തീയതി വിഷ്വൽസ് ആണെന്നല്ലോ പറഞ്ഞത്. ആ പുള്ളിക്കാരായിട്ടിരിക്കുന്ന പാൻറ് ഉടുപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതാണ്ട് ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഷർട്ടും ഒരു ബ്ലൂ കളറിലുള്ള ജീൻസും ആണല്ലോ. അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. മെറ്റാ ക്ലാസ് ആ സ്ത്രീയായിരിക്കും വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, പരാതി കൊടുക്കാനായിട്ട് പോകുന്നു. ഓക്കെ, ഇനി 30-ന്റെ കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഡോക്ടറുടെ വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതും കൂടെ നിങ്ങൾ കേൾക്കണം. അവർ വന്നിട്ടുള്ള അവർ വരെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ ഇവർ മെറ്റാ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി ഒന്നും പറയാനും ഇല്ല, എടുക്കാനും ഇല്ല. അടുത്ത ദിവസം വന്ന് ഈ കാര്യം വീണ്ടും റിപ്പീറ്റ്ലി ആകുമ്പോഴാണ് അവർ പറയുന്നത് നിങ്ങൾ കേസിന്റെ വഴിക്ക് പോക്കോ, നമ്മൾ നമ്മുടേതായ വഴിക്ക് പോകും. അങ്ങനെ ഇവർ നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നു, കേസ് കൊടുക്കാനായിട്ട് പോകുന്നു. നമ്മളുടെ ഇതിനകത്ത് മെയിൻ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റേഷനിൽ അല്ല, അവിടെ ആ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ യാതൊരുവിധ കുഴപ്പം ഇവരുണ്ടാക്കിയില്ല, ഒരു താറുമാർ ഉണ്ടാക്കിയില്ല, ഒരു വിഷയം ഉണ്ടാക്കിയില്ല, ഒന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ തന്നെ ഹോസ്പിറ്റലിലുള്ള CCTV വിഷ്വൽസ് ഒന്ന് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. കൂടെ ഒരു പോലീസുകാരനുണ്ട്. അവർ കൈ കെട്ടി നിന്ന് പോലീസുകാരനടുത്ത് സംസാരിക്കുന്നുണ്ട്. അതേ കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അതേ പോലീസുകാരനുമായിട്ട് വന്നിട്ട് അവർ 2 പേരും കൂടെ ഇറങ്ങി പുറത്തേക്ക് പോകുന്ന ഈ ഒരു വിഷ്വൽസും നമുക്ക് നല്ലോണം കാണാം. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ്ലി കാണിക്കാം. ആ ഡ്രസ്സുകളും കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. സെയിം പാൻറ്, സെയിം ഷർട്ട്, നമ്മൾ മറ്റേ മെറ്റാ ക്ലാസ്സിനകത്ത് കണ്ട വിഷ്വൽസിന്റെ അതേ സാധനം. കൂടെ ഒരു പോലീസുകാരനുണ്ട്, തൊട്ടപ്പുറത്ത് ഒരു മഞ്ഞ ഉടുപ്പിട്ട് ഒരു ചേച്ചിയൊക്കെ നിൽപ്പുണ്ട്. ചേച്ചിയുടെ മുഖം ക്ലിയർ അല്ല. അങ്ങനെ തന്നെ അവർ വീണ്ടും പഴയതുപോലെ തന്നെ ഇറങ്ങിപ്പോകുന്ന റിപ്പീറ്റ്ലി ഞാൻ ഒന്നുകൂടെ ആ ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചതാണ്. ഓക്കെ, അപ്പം ഇട്ടിരിക്കുന്ന പാൻറ് ഉടുപ്പും എല്ലാം കറക്റ്റ് തന്നെ. അതായത് നിങ്ങൾ ഉച്ചയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത സമയത്ത് ആ പോലീസുകാർ ആ നിങ്ങളുടെ കൂടെ ഓൺ ദ സ്പോട്ടിൽ അവിടെ വന്ന് ബില്ല് ആവശ്യപ്പെടുന്നു. ഒരു പോലീസുകാരൻ ഇല്ലേ നിങ്ങളുടെ കൂടെ. വാവ്, വാട്ട് എ പവർ! അങ്ങനെയാണ് അവിടെ ഉണ്ടായത്. എന്താണ് അവിടെ ഉണ്ടായത്? ഒരു പോലീസുകാരൻ വന്നിട്ട് നിങ്ങളെ അവിടെ നിന്ന് വിളിച്ച് നിങ്ങളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ പരാതി കൊടുത്തതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കൂടെ പോലീസ് അവിടെ വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റവരെ അങ്ങോട്ട് വിളിച്ചു വരുത്താനോ മറ്റവരവിടെ വന്ന് പരാതി കൊടുക്കേണ്ട ആവശ്യം എന്തായിരിക്കും ആ ഒരു സ്പോട്ടിൽ തന്നെ? അപ്പം അതിന് മുമ്പ് അവിടെ വിഷയം ഉണ്ടായോ? കൂടെ ആളില്ല. അതായത് വൈഫ്, ഈ ചാനലിന്റെ ഉടമസ്ഥ മയവേ കല്യാണി അവിടെ ഇല്ല. എവിടെ പോയി മയവേ കല്യാണി? അതൊക്കെ പറയട്ടെ, കാണിക്കണ്ടേ? നിങ്ങളുടെ ഒരു സൈഡിലെ ക്ലാരിഫിക്കേഷൻ ഒരു സൈഡിൽ കൂടെ കാണിക്കുമ്പോഴത്തേക്കിന് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളത് നിങ്ങളുടെ വീഡിയോയിൽ എവിടെയും പറയുന്നില്ല. അപ്പോൾ അവരുടെ CCTV വിഷ്വൽസ് എടുത്ത് കാണിക്കുന്നു. എന്നാൽ നിങ്ങൾ 30-ാം തീയതി ഡോക്ടറെ കണ്ടതിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടോ? അതും പറയുന്നില്ല. ഓരോ ഭാഗങ്ങൾ മാത്രം ക്ലിയറാക്കി പോയി കഴിഞ്ഞാൽ കാണുന്ന നമ്മളൊക്കെ എന്തുവാ? ഭാഗങ്ങൾ മാത്രം കണ്ട് മനസ്സിലാക്കാൻ ഇതെന്തുവാ? ഭാഗഭേദമോ? എടാ, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് നിങ്ങൾ ഏത് തരത്തിലാണ് കഥ അവതരിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ആ വോയിസ് ക്ലിപ്പിന് മുമ്പായിട്ട് ഇവരുടെ തന്നെ എക്സ്പ്ലനേഷൻ്റെ 2 ക്ലിപ്പ് ഒന്ന് കാണിക്കാം. ഇനി അടുത്തത് എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. ഞാൻ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ചെയ്തിട്ടാണ് കൊളാബ് ചോദിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അവർ പറഞ്ഞേക്കുന്നത് ഞാൻ 2-ാമത്തെ തവണ ചെന്നപ്പോൾ കൊളാബ് ചോദിച്ചു. അത് അവർ നൽകാത്തതിന്റെ ദേഷ്യത്തിലാണ് അവരുടെ ക്ലിനിക്കിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള രീതിക്കാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് ഞാൻ വിസിറ്റ് ചെയ്തിട്ട് 2-ാമത്തെ തവണ ചോദിച്ചു. അവർ പറയുന്നത് ഞാൻ 8 മാസം ആ ക്ലിനിക്കിൽ ചെന്നിട്ടുണ്ടെന്ന്. അങ്ങനെ 8 മാസം ഞാൻ കറക്റ്റായിട്ട് പേയ്മെന്റും കൊടുത്ത് എല്ലാം കൊടുത്ത് അവർ നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഇവൻ ഞാൻ അങ്ങനെ ബില്ല് താന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടാറില്ല. അവർ എന്നോട് പറയും വാട്സപ്പിൽ ബില്ല് സെൻഡ് ചെയ്യാം മാം. അപ്പോൾ ഞാൻ ഓക്കെ പറയും. പക്ഷേ ബില്ല് അയച്ചോ ഇല്ലയോ എന്ന കാര്യം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറയും, ഞാൻ ഓക്കെ പറയും. ഇത് അവർ തെളിയിക്കണം. കാരണം ആ ഒരു ക്ലിനിക്കിൽ ഫുള്ള് ക്യാമറയാണ്. അവിടെ ഡോക്ടറുടെ ക്യാബിനകത്ത് പോലും ക്യാമറയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ക്ലിനിക്കിൽ ഞാൻ ചെന്ന് കൊളാബ് ചോദിച്ചതിന്റെ ഒരു പ്രൂഫ് അവർ ഇത് കാണിക്കണം. ഇത്രയും വലിയൊരു അലിഗേഷൻ എന്റെ നേരെ വെക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രൂഫ് അവരെന്റെ എനിക്ക് തരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഞാൻ കൊളാബ് ചോദിക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. കാരണം ഈ 2-ാമത്തെ തവണ വിസിറ്റ് ചെയ്ത് ഞാൻ കൊളാബ് ചോദിച്ചിട്ട് ബാക്കി ഇത്രയും തവണയും ഞാൻ എന്റെ പേയ്മെന്റ് കൊടുത്ത് ഞാൻ ബില്ല് പോലും വാങ്ങിക്കാതെ അവർ വാട്സപ്പിൽ അയക്കാന്ന് പറയുന്ന വിശ്വസിച്ച് ഞാൻ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കൊളാബ് തരാത്തതിന്റെ ദേഷ്യത്തിൽ 8 മാസം അവർ പറയുന്നത് ഞാൻ 8 മാസം ചെന്നു എന്നാണ് കേട്ടോ. പക്ഷെ 8 മാസം അല്ല, നമ്മൾ ഒക്ടോബർ 9-നാണ് ചെന്നത്. പിന്നെ നമ്മൾ 6.25 മാസത്തോളം ചെന്നിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് വരെ വാട്ടോ ഇവര് പറയുന്നതെന്ന് വെച്ചാൽ കൊളാബ് ചോദിച്ചതിന്റെ തെളിവുകൾ അവർ പുറത്തു വിടണമെന്ന് പറയുന്നത് 8 മാസം മുമ്പ്, അതായത് 2-ാമത് വന്നിട്ടുള്ള സമയത്തുള്ള കൊളാബ് ചോദിച്ചതിന്റെ ആ ഒരു വിഷ്വൽസ് പുറത്തു വിടണം. എല്ലായിടത്തും ക്യാമറ ഉണ്ടല്ലോ, പുറത്തു വിടണമെന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്ന ഒരു കാര്യം എന്നറിയോ? ഇവര് കൊളാബ് ചോദിച്ചിട്ടുണ്ട്. ഇവർ കൊളാബ് എന്തായാലും ചോദിക്കും. കാരണം ഇമ്മാരി പരിപാടി സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും കൊളാബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതിന് മാറ്റം നമുക്കൊരു കൊളാബായിട്ട് ചെയ്താലോ അത് ചോദിച്ചിട്ടുണ്ടാവും.
കൺഫേം ആയിട്ട് ചോദിക്കാം. അത് ഒരു വിധത്തിലുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇതേ പരിപാടി തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കുണ്ടായത് നിങ്ങൾ വേറെ എവിടെ ട്രീറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇതിലും കുറവ് പൈസ എവിടെ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത് ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ബില്ലൊക്കെ മേടിച്ച് മറ്റൊരാൾക്ക് നിങ്ങളുടെ ഈ ഇതുവരെയുള്ള ഹിസ്റ്ററിയൊക്കെ എടുത്ത് അപ്പുറത്ത് കൊടുത്ത് നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് ആക്കിയത്. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ജെനുവിനിറ്റി എന്തുമായിരിക്കും? നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഒന്നും എടുത്ത് കുത്തിക്കയറ്റാനായിട്ട് നിൽക്കല്ലേ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്കിൻ ട്രീറ്റ്മെൻറ്റും. അവർ നിങ്ങളുടെ സ്കിന്നിൻ്റെ പുറത്തൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പുറത്തൂടെ രണ്ടാമത്തെ ദിവസം വീട്ടിൽ വന്നിട്ട് അടുത്ത സാമാനത്തിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വാരി മുഖത്തെല്ലാം അവിടെ പൊത്തിയെടുത്ത് കാണിക്കുമ്പോഴത്തേന് ആദ്യം ചെയ്തതിന് എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? അങ്ങനെ റിസൾട്ട് ഇല്ലാതെ വന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിനെയോ ഡോക്ടറെയോ പഴിയായിട്ട് എന്തുമായിരിക്കും പ്രയോജനമായിട്ട് ഉണ്ടാകുന്നത്? അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. അത് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. അതേ സാധനം തന്നെ നിങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്, മുട്ടക്കാട്ടമായിട്ട് പറയുന്നുണ്ട്. അന്തരമാണ് അവർ തന്നിട്ടുള്ള ബില്ലിനും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള പൈസയ്ക്കും. അങ്ങനെ ആ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് നേരെ എവിടെ പോയി? ബാങ്കിൽ പോയി. എന്തിനു പോയി? സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോയി എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് അയച്ചു കൊടുത്തത്. ഗൂഗിൾ പേ എടുത്തിട്ട് ആ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നെടുത്ത് നോക്കിയാൽ പോരെ? അവരുടെ ഒറ്റ QR കോഡിലായിരിക്കുമല്ലോ നിങ്ങളതെല്ലാം അയച്ചത്. പിന്നെയും എനിക്ക് അറിഞ്ഞുകൂടാ, ഈ 2026 ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലേക്ക് ഓടിപ്പോകുന്ന ഒരു ഇൻഫ്ലുവൻസർ. വീട്ടിൽ ഇരുന്ന ഫോണിൽ എടുക്കാലോടാ, ഫോണിൽ കിട്ടുന്ന സാധനമില്ലേടാ. അതിനിവിടുന്ന് ബാങ്കിൽ ഓടിപ്പോയി അവിടുന്ന് മറ്റേ ഫ്ലൂറസെന്റ് മഞ്ഞ വെച്ച് ഇങ്ങനെയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി. വലിയ സെറ്റപ്പ് ആയിരുന്നില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ ഇങ്ങനെ ബാങ്കിലൊക്കെ പോകേണ്ടത്? വീട്ടിൽ നിന്ന് എടുക്കാവുന്ന ഗൂഗിൾ പേ എടുത്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ എടുക്കാൻ പറ്റുന്നൊരു കാര്യമോ? പിന്നെ നമ്മൾ എത്ര രൂപ അവർക്ക് അയച്ചിടണമെന്നൊക്കെ ഏകദേശം നമുക്കും അറിയാവുന്നൊരു കാര്യം, കാൽക്കുലേഷനൊക്കെ ഉള്ളൊരു കാര്യമായിരിക്കും അല്ലേ? നിങ്ങൾ ഇതുപോലെ അവിടെ പോയി ബില്ല് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവർ ബില്ല് തന്നതിന് ശേഷമാണോ നിങ്ങൾ എത്ര രൂപ ചിലവായി നോക്കുന്നത്? അല്ല, അങ്ങനെ അല്ല. ചേച്ചി ചുമ്മാ കിടന്ന് ഉരുളല്ലേ. ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിനെതിരെ നമുക്കൊരു അഫക്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ അവിടെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൺസേൺ എന്തുമായിരിക്കും? ആദ്യം ഞാൻ അവിടെ പൈസ കൊടുത്തു, ഇത്ര രൂപ കൊടുത്തു, ഇത്ര രൂപയുടെ സാധനം എനിക്ക് കിട്ടിയോ, അല്ലെങ്കിൽ ഇത്ര രൂപയുടെ മുതലായിട്ട് എനിക്ക് വല്ലതും വന്നിട്ടുണ്ടോ? അതല്ലേ നമ്മൾ നോക്കുന്നത്. അല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് ബില്ല് കിട്ടട്ടെ. ബില്ല് കിട്ടിയതിന് ശേഷം നമുക്ക് വീട്ടിൽ ഇരുന്ന് നോക്കാം അവരുമായിട്ട് ബന്ധമുണ്ടോ. ബില്ല് കിട്ടിയതിന് ശേഷം ഇരുന്ന് നോക്കാം. അങ്ങനെയാണോ? അല്ല. ഒരു സാമാന്യ മനുഷ്യരങ്ങനെയല്ല. നിങ്ങൾ മനുഷ്യ ഗണത്തിലുള്ളതല്ലേ, തലയിൽ ആൾത്താമസം ഉള്ളതല്ലേ. ആൾത്താമസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂട്യൂബർ ആവാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ ഉള്ളതല്ലേ. മൃഗശാലയിലല്ലോ വീട്. നമ്മളെ പോലെ അല്ല നാട്ടിൽ കൂടെ ഒക്കെ നടക്കുന്നത്. നിങ്ങൾ കഴിക്കുന്ന പോലെ തന്നെ നമ്മളും എല്ലാം കഴിക്കുന്നൊക്കെ ഉണ്ടല്ലോ. അതേപോലെ തന്നെ അല്ലേ സെപ്പറേറ്റ് നിങ്ങൾക്ക് മറ്റേ കരിമ്പ് കടിച്ച് പറിക്കുന്ന കണക്കത്തെ മറ്റേതൊന്നും അല്ലല്ലോ. അല്ല, എല്ലാവരും ഒരേപോലെ. അപ്പം നമുക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് കൺവിൻസ് ആവണം. അത്രയല്ലേ ഉള്ളൂ. ഇനി ഡോക്ടർ വോയിസ് ഒന്ന് കേൾക്കാം. ഓക്കെ. മെയ് 30 ശനിയാഴ്ചയായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് ഇവരെ കണ്ടത്. അത് ആദ്യം നോണം. ഞാൻ കൊച്ചിക്കാരത്തെയോ. ഐ ക്യാൻ പ്രൊവൈഡ് ദി ഫ്ലൈറ്റ് ടിക്കറ്റ് ഡീറ്റെയിൽസ്, എന്റെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ്സ്, അവർ അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ എടുത്തിരിക്കുന്നത് കസ്റ്റമർ കെയറിൽ മെയ് 30 ഹസ്ബൻഡിന് വൈഫ് വന്നതിന്റെ കൺഫർമേഷൻ. ആദ്യം നോണം. രണ്ടാമത്തത് എന്തായിരുന്നു? 1 അവർ എന്താ പറയുക റെസീപ്റ്റ് കിട്ടി എന്നുള്ളത്. 1 തിങ്കളാഴ്ച ഞാൻ ക്ലിനിക്കിൽ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മെറ്റർ ക്ലാസ്സിൽ ഞാനില്ലല്ലോ, അത് കാണുന്നില്ലല്ലോ. അതെന്താ? അവർ ആദ്യം ഷൂട്ട് ചെയ്ത മെറ്റർ ക്ലാസ്സിനെ കൂട്ടിയത് എവിടെ? മെയ് 30 1 ജൂൺ തിങ്കളാഴ്ച ഞാൻ ദുബായിലായിരുന്നു. ദുബായിലുള്ള സമയത്തായിരുന്നു ഇതെല്ലാം ക്ലിനിക്കിൽ വീണ്ടും വന്ന് അവർ പ്രശ്നം ഉണ്ടാക്കിയത്. ആ മെറ്റർ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം എന്താ? ബില്ല് ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളത്. അത് 30 വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു. അവരെപ്പോൾ പോകുമ്പോഴും ഒരു ഹാർഡ് കോപ്പി അവർ ബില്ലിൽ അവർ എന്താ പറയുക കവറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഹസ്ബൻഡ് ചോദിക്കും ഈ വാട്സാപ്പ് വഴിയും കൂടി ഷെയർ ചെയ്യുന്നു. ചില സമയത്ത് അതും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ വന്ന് ഒച്ചുണ്ടാക്കിയ മെറ്റർ ക്ലാസ്സിന്റെ ഡിസ്ക്രിപ്ഷൻ, മെറ്റർ ക്ലാസ് തന്നിരിക്കുന്ന വീഡിയോ കൂട്ടിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ എന്താ? ഈ പറഞ്ഞവർ ബില്ല് എവിടെയും അത് ഞാൻ വന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. 8 മാസം മുന്നേ വരെയുള്ള ബില്ലുകൾ ഞങ്ങളുടെ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് റിലീസ് ചെയ്യാം. ഈ മാസത്തോളം ഞങ്ങൾക്ക് തരാം. അത് തന്നെയാണ് മെയ് 30 1 അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് അതേ എക്സ്പ്ലനേഷൻ തന്നെയായിരുന്നു. ആൻഡ് വി ഹാവ് റിലീസ്ഡ് ഇറ്റ്. കല്യാണി പറയുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ ആക്ച്വലി ലക്ഷങ്ങളായിട്ടുണ്ട്. ബട്ട് ഇതിന്റെ ഹാഫ് അമൗണ്ടിന്റെ മാത്രം ബില്ല് ദേവറായം കൊടുത്തിട്ടുള്ളതെന്നുള്ളതാണ് ക്ലെയിം ചെയ്യുന്നത്. ബില്ലുകളെല്ലാം അയച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമെയിലോ അയച്ചു തരൂ എന്നുള്ളത് കസ്റ്റമർ കെയർ അയച്ചിരുന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടിനാണ്. ബിക്കോസ് വി വോണ്ട് ഇറ്റ് നൗ. കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് ഒരു ക്ലയന്റിന് ബില്ല് വേണം എന്നോട് പറയണമെങ്കിൽ ആ ബില്ല് ഏത് ഇമെയിലോടാണ് അയച്ചു തരണ്ടേ എന്ന് ചോദിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട്. ആൻഡ് ഷീസ് നോട്ട് റെസ്പോണ്ടഡ്. And then we have sent a register code to her saying that we have already given you all the bills. Despite that you still want all the bills, you let me know if there a specific date that you're looking, or you're looking at the entire bills again. We can send it to you. That is the reply that we sent. She just സുരേഷ് ഗോപിയുടെ സിനിമയോ? ചില മനസ്സിലാവുന്ന ഭാഷ പറയുന്നത്. not responded.
And then next, hard copy. No, hard copy is an internal property. Digital copy can be sent എന്നുള്ളതും ഞങ്ങൾ registered. concern. And the second concern is actually My Way by Kalyani. അതായത് ജീവ ലക്ഷ്മി അവിടെ വന്നേക്കുന്നത് പുള്ളിക്കാരത്തിയുടെ മുഖത്തൊരു പാടുണ്ട്. അതായത് ഈവൻ ഹർ ഫാദർ ഗോട്ട് ദ സെയിം മാർക്ക്. സോ അതിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നേക്കുന്നത്. ദ ഫസ്റ്റ് ടൈം ഷീ കെയിം ടു യുവർ ക്ലിനിക് ഫോർ ദാറ്റ് റീസൺ. ആ ഒരു ബർത്ത് മാർക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ബർത്ത് മാർക്ക് എങ്ങനെ മാറ്റാൻ പറ്റുക? അബ്സല്യൂട്ട്ലി റോങ്. ഞങ്ങളുടെ ക്ലിനിക്കിലെ ഫയലിൽ കൃത്യമായിട്ടുണ്ട് ആൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിറോയിഡിന്റെ പേരും അതിൽ എത്ര നാൾ ഉപയോഗിച്ചു എന്നുള്ളത്. ആൻഡ് വി ക്യാൻ സബ്മിറ്റ് ദാറ്റ് നോട്ട് ഓൺ യൂട്യൂബ്. ഈ സാധനം ഇതാണ് പറയേണ്ടത്, ഇതാണ് നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കേണ്ടത്. എന്ത് ട്രീറ്റ്മെന്റിനാണ് വന്നത്, എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾ അവരുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്ത സാധനത്തിനകത്ത് കാണുമല്ലോ. ആ ഒരു സാധനം പുറത്തു വിടണം. കാരണം അത് പുറത്തു വിടേണ്ടത് നിങ്ങളുടെ ജെനുവിനിറ്റി തെളിയിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇവരുടെ ഈ സാധനങ്ങളും പരിപാടികളും കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഇതുപോലെ സാധനങ്ങൾ മേടിക്കുന്നവരറിയണം ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കുരുക്കുണ്ട്, വാങ്ങിച്ച് തേച്ച് കഴിഞ്ഞാൽ ഊമ്പി തെറ്റി വീട്ടിൽ ഇരിക്കും എന്നുള്ളൊരു കാര്യം. അത് വ്യക്തമായിട്ട് അറിയണം. അതിന് നിങ്ങളത് പുറത്ത് വിട്ടേ പറ്റും. അത് നിങ്ങൾ കാണിക്കുന്ന ഒരു വലിയ കാര്യമായിരിക്കും. അത് ഈ ഇൻഫ്ലുവൻസർമാർക്ക് മാത്രമല്ല, ഇതുപോലെ ബ്യൂട്ടി വ്ലോഗ് ചെയ്യുന്ന എല്ലാ ഇൻഫ്ലുവൻസർമാർക്കും വ്യക്തമായിട്ടൊരു അടി തന്നെ ആയിരിക്കും നിങ്ങളത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ. യൂട്യൂബ് ഇസ് നോട്ട് എ ലീഗൽ പ്ലാറ്റ്ഫോം. Correct. വി ഹാവ് ദാറ്റ്. അത് ഹസ്ബൻഡിന് അറിയാലോ. ഹസ്ബൻഡില്ലേ ഇത് ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പോഴും ഹസ്ബൻഡ് അന്ന് പെട്ടെന്ന് വൈഫിനെ നോക്കിയിട്ട് അതൊരു സ്റ്റിറോയിഡ് ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പൊ ഇങ്ങനെ തല ഇങ്ങനെ പതുക്കെ ആട്ടിയാലോ. അപ്പൊ ഞാൻ അതാണ് മെയിൻ കൺസേൺ. നിങ്ങൾ ഈ സ്റ്റിറോയിഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിച്ച് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഇതാണ്. പറഞ്ഞേക്കുന്നത് അഗെയിൻ കൊളാബറേഷൻ. അതായത് നിങ്ങൾ CCTV ഫോട്ടേജ് കാണിച്ച് തെളിയിക്കണം. അതായത് കല്യാണി കൊലാബ് ചോദിച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞിട്ടാണ് കല്യാണി പറയുന്നത്. പുള്ളിക്കാരത്തി CCTV ഫോട്ടേജ് അതായത് കൊലാബറേഷൻ ചോദിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. എന്നാ പിന്നെ എന്തിനാ ക്ലിനിക്കിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കണേ? അതും കൂടി പറയും മൊത്തം പാട്ടുണ്ടായിട്ടോ. ദി ഹോൾ പോയിന്റ് ഞങ്ങൾ തമ്മിലുള്ള ഒരു എൻറ്റയർ റാപ്പ് തെറ്റി തുടങ്ങിയത് തന്നെ ഓൺലി ബിക്കോസ് ഷീസ് ആസ്ക്ഡ് മീ ടു കൊലാബ്. നൗ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിൽ ആ കുട്ടി എന്താ പറയാ ഡ്രസ്സിന്റെ എല്ലാ ക്ലൈൻസിലും ചിലപ്പോൾ ബോഡിയിലൊക്കെ മാർക്ക് ഉണ്ടാവില്ലേ, ആ മാർക്കുകൾ കാണിക്കുന്ന സമയത്ത് CCTV ഇല്ല. കൺസൾട്ടേഷൻ റൂമിലും പ്രൊസീജിയർ റൂമിലും CCTV ഇല്ല. കോമൺ ഏരിയാസ് ആണ് CCTV ഉള്ളത്. എന്റെ റൂമിൽ ഇരിക്കുന്നത് തന്നെ ഞങ്ങൾ കട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് CCTV. കാരണം ഈ ക്ലൈൻസ് വന്നിട്ട് ഓരോന്ന് കാണിക്കുന്നത് റൂമിൽ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഹസ്ബൻഡ് മെറ്റാ ഗ്ലാസ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്റെ റൂമിൽ, എന്റെ കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടാണ്. റിലീസ് ദാറ്റ് ഫൂട്ടേജ്. അതിനുണ്ടായിരിക്കണം ആ കൊളാബറേഷന്റെ കാര്യം പറഞ്ഞത്. കാരണം മെറ്റാ ഗ്ലാസിന്റെ കാര്യം പറഞ്ഞ ആ ഷൂട്ട് ചെയ്ത സമയത്ത് അവരുടെ ഫൂട്ടേജ് ഉണ്ടാവേണ്ടതാണത്. കാരണം ഞങ്ങളുടെ ഫൂട്ടേജിൽ അപ്പൊ ഞാൻ എടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കൊളാബ് എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഡസന്റ് വർക്ക് ഇൻ അവർ ബ്രാൻഡ് ലൈക്ക് ദാറ്റ്. ഈ ഫസ്റ്റ് ഈ കൊളാബ് ഇങ്ങനെ പ്രൊസീജിയറൽ കൊളാബ് ചോദിക്കുന്നതിന് വളരെ മുമ്പേ തന്നെ അവരെടുത്ത് ചോദിച്ചു പ്രൊഡക്ട്സ് അയച്ചു കൊടുക്കുമോ മാസം അവരത് പ്രൊമോട്ട് ചെയ്യാന്ന്. വി ഡോണ്ട് വാണ്ട് എനിവൺ ടു പ്രൊമോട്ട് അവർ ബ്രാൻഡ്. അപ്പൊ അന്ന് ചോദിച്ചതിന് ശേഷം പിന്നീട് മാസങ്ങൾക്ക് ശേഷം എന്റെ അടുത്ത് വന്ന് ചോദിച്ച കാര്യമാണ് ഇങ്ങനെ വേറെ ക്ലിനിക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ നിങ്ങളത്ര റേറ്റ് ഇല്ല, അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കുന്നില്ല, ഒന്നിനും നിങ്ങൾ ഫ്രീ ആയിട്ട് തരും, അപ്പൊ ഞാൻ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞത്. ഇനി വേറൊരു വശം കൂടെയും പറയാം. അതിപ്പോ പറയുന്നത് കഷ്ടമാണ്. ഐ വിൽ നോട്ട് നെയിം ദ ഡോക്ടർ. അവർ പറഞ്ഞിരിക്കുന്ന ഡെർമറ്റോളജിസ്റ്റ് ട്രിവാൻഡ്രത്തുള്ള ആ ക്ലിനിക്കിൽ ഞങ്ങളൊരു എക്സ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ജീവലക്ഷ്മി അവിടെ പോയി സംസാരിച്ചതിന്റെ എവിഡൻസും എനിക്കുണ്ട്. ഇനി വേറെ വശം, അവർ ഉപയോഗിക്കുന്ന ഈ കൊറിയൻ ഗ്ലൂട്ടത്തൈൻ ആണ് ഇഞ്ചക്ഷൻ, ആൻഡ് ദാറ്റ് ഇസ് ഇല്ലീഗൽ. ജീവലക്ഷ്മി ഇത് സ്ഥിരം കേസ് വല്ലാതെ മോശമാക്കുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ടു പുട്ട് ഔട്ട് ദ ഡെർമറ്റോളജിസ്റ്റ് നെയിം. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. നമ്മുടെ നാട്ടിലെ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഞങ്ങളെ പോലത്തെ ആളുകളെയാണ് ഇത് ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. There are enough and more doctors, qualified dermatologists who does not follow ethical practices, and I will fight against it. അതേ പറഞ്ഞു എനിക്ക് ആവശ്യത്തിനേറെ എവിഡൻസസ് ഉണ്ട്, and she knows that. അവർ ഡിയർ ഡോക്ടർ, ഇല്ലീഗലായിട്ട് എന്തെങ്കിലും മെഡിസിൻസോ കാര്യങ്ങളോ ആരെങ്കിലും യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ മാത്രം ഞങ്ങളത് സേഫായിട്ട് വെക്കാം. മേ ബി ഞങ്ങളെ എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കേസുമായിട്ട് ഞങ്ങളുടെ പ്രൊഫഷനുമായിട്ടും നമ്മളുടെ സ്ഥാപനവുമായിട്ട് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാനത് പുറത്തേക്ക് വിടാം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഡോക്ടേഴ്സിൻ്റെ എത്തിക്സാണ്? നിങ്ങൾ ഒരു ഡോക്ടറല്ലേ? നിങ്ങളുടെ മറുസ്ഥാപനത്തിൽ ഇല്ലീഗൽ മെഡിസിൻസ് യൂസ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ? നിങ്ങളൊരു ഡോക്ടറല്ലേ? അതല്ലേ വേണ്ടത്. അല്ലാതെ അത് ഞങ്ങൾക്ക് അഫക്റ്റ് ആവുകയാണെങ്കിൽ വളരുന്നതിൻ്റെ വളരെ ബുദ്ധിമുട്ടുണ്ട്, ഞാനത് പുറത്ത് വിടുമെന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് കറക്റ്റ്. അത് മാറ്റണം. അങ്ങനെ ഒരു സ്ഥാപനമോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കണം. അത് ആവശ്യമായിട്ടുള്ള കാര്യമല്ലേ? നിങ്ങൾ തന്നെ പറയുന്നു ദാറ്റ്സ് ഇല്ലീഗലായിട്ടുള്ള സാധനമാണെന്ന് അല്ലേ? ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ സാധനം എന്തിനാ? ഇല്ലീഗലായിട്ടുള്ള സാധനം എവിടെ ഉണ്ട് തൂക്കാൻ വേണ്ടിയിട്ടാ. അപ്പം നമ്മളെപ്പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു കൊടുക്കണമെന്ന്. ബിക്കോസ് ദാറ്റ്സ് ഇല്ലീഗൽ.
അതുപോലെ തന്നെ ഈ ഒരു സാധനം ഇല്ലീഗൽ അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടത് പറയുന്നില്ല? അതിന് വിവരങ്ങൾ പുറത്തു വിടാത്ത എന്താ? ഹോസ്പിറ്റലിന്റെ കാര്യം പുറത്തു വിടാത്ത എന്താ? ചിലപ്പോൾ ഇത് പറയാതിരിക്കും തോറും ഈ പറഞ്ഞ 3 ദിവസം കൊണ്ട് വെളുക്കാനായിട്ട് വെളുത്തിട്ട് പാറാനായിട്ട് ഓടി കുറയണ അങ്ങടി ചെല്ലുമല്ലോ, ചെല്ലത്തില്ലേ? അപ്പൊ നിങ്ങൾ കാണിക്കുന്ന വളരെ മര്യാദയായിട്ടുള്ള കാര്യമാണോ? ഈ ഒരു കേസിന് ഒഴികെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ പുറത്ത് പറയേണ്ട ഒരു ബാധ്യസ്ഥത മിനിമം ഒരു ഡോക്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും പേഷ്യൻസിനെ കാണുന്നവരായതുകൊണ്ടും മുഖത്തൊരു പാട് നമ്മളോ നമ്മൾ അറിയാതെ ഒരാൾക്ക് അങ്ങനെ ഉണ്ടാവരുത് എന്ന് മനസ്സിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ ഇവർ വ്യക്തമായിട്ട് ഇവരുടെ വോയിസിനകത്ത് ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പഴയ 30-ാം തീയതി ഇവരെ കണ്ടിട്ടുള്ള ഗ്ലാസിനകത്ത് എടുത്തിട്ടുള്ള വിഷ്വൽസ് ഒക്കെ കല്യാണി ജയലക്ഷ്മി ഒന്ന് പുറത്ത് വിട്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അല്ലേ? അത് കാണുന്നത് നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നുന്നത്? അപ്പം എന്തായാലും ഇനി അടുത്തൊരു വലിയ വീഡിയോ ആയിട്ട് വരുമായിരിക്കും. വരുന്നെങ്കിൽ നമുക്ക് അതുമായിട്ട് കാണാം. അപ്പം ശരി.